മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ നവംബർ 11 തീയതി തിങ്കളാഴ്ച മുതൽ 17 ഞായറാഴ്ച വരെയുള്ള എല്ലാ രാശിക്കാരുടെയും സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ഗുരു ഇടവം രാശിയിലും, ചൊവ്വ കർക്കടകം രാശിയിലും, കേതു കന്നി രാശിയിലും, സൂര്യൻ തുലാം രാശിയിലും, ബുധൻ വൃശ്ചികം രാശിയിലും, ശുക്രൻ ധനുരാശിയിലും, ശനി കുംഭം രാശിയിലും, രാഹു മീനം രാശിയിലുമായിരിക്കും നിൽക്കുന്നത്. നവംബർ 16 തീയതി സൂര്യൻ തൻ്റെ നീചസ്ഥാനമായ തുലാം രാശിയിൽ നിന്നും വൃശ്ചികത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഈ ആഴ്ച 15 തീയതി മുതൽ ശനിയും വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും. ചന്ദ്രൻ ഈ ആഴ്ച കുംഭം, മീനം, മേടം, ഇടവം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം അടങ്ങുന്ന മേടക്കൂറുകാരാണ്. മേടം രാശിക്കാരുടെ കർമ്മരംഗത്ത് ചില പരിവർത്തനങ്ങൾ ഈ ആഴ്ച കാണാൻ സാധിക്കുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും നല്ല പ്ലാനിങ്ങോടെ ചെയ്തു തീർക്കുന്നതാണ്. ബിസിനസ് സംബന്ധമായ യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും. സാമ്പത്തികപരമായ സമയം നല്ലതായിരിക്കും. എങ്കിലും ഈ ആഴ്ച റിസ്ക്കുള്ള സ്ഥലത്ത് നിക്ഷേപങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെങ്കിലും നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ടിരുന്നവർ തമ്മിൽ സംസാരിച്ച് അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച ചില്ലറ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമെങ്കിലും ആഴ്ചയുടെ അവസാനമാകുമ്പോഴേക്കും അതെല്ലാം മാറിക്കിട്ടുന്നതുമായിരിക്കും. ലവ് റിലേഷനിലുള്ളവർ നിങ്ങളുടെ ക്രോധത്തിൽ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 8 ആയിരിക്കും. ഇനി കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരാണ്. ഇടവം രാശിക്കാർക്ക് ഈ ആഴ്ച വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും. എങ്കിലും അതെല്ലാം തന്നെ പൂർണ്ണമാകുന്നതുമായിരിക്കും. പക്ഷേ അത് കാരണം കുടുംബത്ത് കൂടുതൽ സമയം ചിലവഴിക്കുവാൻ പറ്റി എന്ന് വരില്ല. ഈ സമയത്ത് എല്ലാവരോടും സൗമ്യതയോടെ പെരുമാറുന്നത് ശുഭകരമായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് സമയം നല്ലതായിരിക്കും. വരുമാനം വർദ്ധിക്കും. ഈ സമയത്ത് പണമിടപാടുകൾ നടത്തുമ്പോൾ നല്ല ജാഗ്രത പുലർത്തണം. യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് വിവാഹബന്ധത്തിലാകുവാൻ അനുയോജ്യ സമയമാണിത്. ആരോഗ്യപരമായി പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 7 ആയിരിക്കും. ഇനി മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂറുകാരാണ്. മിഥുനം രാശിക്കാരുടെ കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഈ ആഴ്ച നടക്കുവാൻ സാധ്യതകൾ കാണുന്നില്ല. എല്ലാ കാര്യങ്ങളും നോർമലായി റൂട്ടീൻ രീതിയിൽ തന്നെ നടന്നു പോകുന്നതായിരിക്കും. ബിസിനസ് ചെയ്യുന്നവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും. വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ആഴ്ചയുടെ അവസാനത്തോടെ നിങ്ങൾ ഇതുവരെ ചെയ്ത പരിശ്രമത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. പ്രേമബന്ധങ്ങളിലുള്ളവർ നിങ്ങളുടെ ഈഗോ ത്യജിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ചും സീനിയർ സിറ്റിസൺസ്.
ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 4 ആയിരിക്കും. ഇനി പുണർതം 4-ാം പാദം, പൂയം, ആയില്യം അടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ്. കർക്കിടകം രാശിക്കാർക്ക് ജോലിസ്ഥലത്ത് ആദ്യമൊക്കെ അല്പം ടെൻഷൻ കൂടുതൽ ഉണ്ടാകുമെങ്കിലും ക്രമേണ അത് കുറയുന്നതുമായിരിക്കും. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും. ജോബ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും സമയം അനുകൂലമായിരിക്കും. കൂടിയ പാക്കേജോടുകൂടി ഓഫറുകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട്. വ്യാപാരി വ്യവസായികൾ തങ്ങളുടെ കർമ്മ മേഖല വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും. ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ ഇൻകം വർദ്ധിപ്പിക്കുവാനും പ്ലാനിങ്ങുകൾ ചെയ്യുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഈ ആഴ്ച പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച അല്പം കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 6 ആയിരിക്കും. ഇനി മകം, പൂരം, ഉത്രം 1-ാം പാദം അടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ്. ചിങ്ങം രാശിക്കാർ ഇതുവരെ നല്ല പരിശ്രമം ചെയ്തെങ്കിലും അതനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിച്ചു കാണത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ആഴ്ച നേരത്തെ ചെയ്ത പരിശ്രമത്തിൻ്റെ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. കരിയറിൽ പുരോഗതി ഉണ്ടാകും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ബാങ്കിങ്, ഫൈനാൻസ് സെക്ടർ എന്നീ ഫീൽഡിലുള്ളവർക്ക് നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും. ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതാണ്, പ്രത്യേകിച്ചും ആഴ്ചയുടെ മധ്യസമയത്തിന് ശേഷം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കുന്നതും അത് പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. ആരോഗ്യസ്ഥിതികളിൽ പറയത്തക്ക മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 9 ആയിരിക്കും. ഇനി ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ അടങ്ങുന്ന കന്നിക്കൂറുകാരാണ്. കന്നി രാശിക്കാർ ഓഫീസിൽ എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായി ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കറൻറ്റ് വർക്കുകളോടൊപ്പം പെൻഡിങ്ങായി കിടക്കുന്ന കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ബിസിനസ്സിൽ സ്ഥിതികൾ സാമാന്യമായിരിക്കും. ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് ഈ ആഴ്ച കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. സാമ്പത്തികപരമായ സ്ഥിതികൾ നല്ലതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ പോസിറ്റീവ് റിസൾട്ടുകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട്. ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാലാവസ്ഥ മാറ്റം കാരണമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട്. ഈ ആഴ്ചത്തെ നിങ്ങളുടെ ലക്കി നമ്പർ 5 ആയിരിക്കും. ഇനി ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങളടങ്ങുന്ന തുലാക്കൂറുകാരാണ്. തുലാം രാശിക്കാർക്ക് കരിയറിൽ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ മാക്സിമം ബെനിഫിറ്റുകൾ കരസ്ഥമാക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ബിസിനസ്സിൽ ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും. പക്ഷേ ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായി ചിലർ നിങ്ങളുടെ പ്രൈവറ്റ് കാര്യങ്ങളിൽ ഇടപെടുന്നത് നിങ്ങളെക്കുറിച്ച് കുറച്ച് അപ്സെറ്റാക്കുന്നതായിരിക്കും. ഈ വക കാര്യങ്ങളെ വിവേകപൂർവം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ സ്ഥിതികൾ സാമാന്യമാകുന്നതുമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതാണ്. കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 3 ആയിരിക്കും. ഇനി വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികക്കൂറുകാരാണ്. ഉദ്യോഗത്തിലുള്ള വൃശ്ചികം രാശിക്കാർ ഓഫീസിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കുവാൻ ശ്രമിക്കണം. കാരണം ഇങ്ങനെ ഇടപെടുന്നത് പല തെറ്റിദ്ധാരണകൾ വരാൻ ഇടയാക്കുന്നതും അത് കരിയറിനെ നെഗറ്റീവായി ബാധിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് ജോബ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും കുറച്ച് നിരാശപ്പെടേണ്ടി വരും.
ബിസിനസ്സിൽ പറയത്തക്ക മാറ്റങ്ങൾ ഉണ്ടാകുന്നതല്ല. ഇൻകം, സാമ്പത്തിക സ്ഥിതികൾ എന്നിവ സാമാന്യമായിരിക്കും. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ്. ആരോഗ്യസ്ഥിതികൾ നേരത്തേതിലും ബെറ്റർ ആകുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. ഇനി മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദമടങ്ങുന്ന ധനുക്കൂറുകാരാണ്. ഈ ആഴ്ച ധനുരാശിക്കാർ പുതിയ ഉന്മേഷത്തോടെയും ഉണർവോടെയും കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ശുഭഫലങ്ങളും കാണുവാൻ സാധിക്കുന്നതാണ്. ജോലിസ്ഥലത്ത് പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർ അവരുടെ കർമ്മമേഖല വികസിപ്പിക്കുവാനും ശ്രമിക്കുന്നതായിരിക്കും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതും അത് ഇൻകം വർദ്ധിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. ഈ സമയത്ത് പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതകളുണ്ട്. ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രായമായവർക്ക് കാൽമുട്ടുകൾക്ക് വേദനയോ മറ്റ് അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളോ വരാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 7 ആയിരിക്കും. ഇനി ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ്. ഈ ആഴ്ച നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരു പോസിറ്റീവ് മൈൻഡോടെ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ തടസ്സങ്ങളില്ലാതെ എല്ലാം പൂർണ്ണമാകുന്നതുമായിരിക്കും. ഓൺലൈൻ പേയ്മെൻറ്റുകളും മറ്റും ചെയ്യുമ്പോൾ ചതിവ് പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അതുപോലെ നല്ല വിശ്വാസമുള്ളവരുമായി മാത്രം നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യണം. ഈ കാര്യത്തിലും ജാഗ്രത പാലിക്കണം. വ്യാപാരി വ്യവസായികൾക്ക് ഈ ആഴ്ച സാമാന്യമായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടത്തില്ലെങ്കിലും ചിലവുകൾ കഴിയുന്നതും കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഇൻകം വർദ്ധിപ്പിക്കുവാനും ശ്രമിക്കണം. ഈ ആഴ്ച ഭക്ഷണപാനീയങ്ങളിൽ നന്നായി ശ്രദ്ധിക്കണം. ഫാസ്റ്റ് ഫുഡും മറ്റും അവോയ്ഡ് ചെയ്യുന്നത് ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചില സൗന്ദര്യപ്പിണക്കങ്ങളും മറ്റും ഉണ്ടാകുമെങ്കിലും അതെല്ലാം തന്നെ പെട്ടെന്ന് മാറുന്നതുമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ചില സമയത്ത് അലസത വരാൻ സാധ്യതകളുണ്ട്. അതിനാൽ മാതാപിതാക്കൾ അവരെ ശരിക്ക് ഗൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ലവ് റിലേഷനിലുള്ളവർ നിങ്ങളുടെ ക്രോധത്തിൽ കൺട്രോൾ ചെയ്താൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 6 ആയിരിക്കും. ഇനി അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറുകാരാണ്. 15-ാം തീയതി മുതൽ ശനി നിങ്ങളുടെ രാശിയിൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതിനാൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ നിയന്ത്രണത്തിലാകുന്നതായിരിക്കും. ഈ സമയത്ത് വർക്ക് ലോഡ് കൂടുന്നതാണ്. കൂടുതൽ അധ്വാനം ചെയ്യുമെങ്കിലും റിസൾട്ടുകൾ അല്പം താമസിച്ചായിരിക്കും കിട്ടാൻ തുടങ്ങുന്നത്. എങ്കിലും ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. കരിയറിൽ ആദ്യമൊക്കെ കുറച്ച് ടെൻഷൻ ഉണ്ടാകുമെങ്കിലും ക്രമേണ അത് മാറുന്നതായിരിക്കും. ജോലിയിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും. ആഴ്ചയുടെ ആരംഭത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് അസ്വസ്ഥതകൾ അനുഭവപ്പെടുമെങ്കിലും പിന്നീട് അതെല്ലാം മാറുന്നതുമായിരിക്കും. എന്തെങ്കിലും കോർട്ട് കേസുകളോ മറ്റ് ഡിസ്പ്യൂട്ടുകളോ മറ്റും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും. ആരോഗ്യസ്ഥിതികളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 4 ആയിരിക്കും. അവസാനമായി പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ്. കരിയറിൽ പുരോഗതി കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ആഴ്ച എല്ലാ കാര്യങ്ങളും നല്ല പ്ലാനിങ്ങോടെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ സമയത്ത് ജോബ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ. ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും. വരുമാനം വർദ്ധിക്കുന്നതാണ്.
പക്ഷേ അതോടൊപ്പം ചിലവുകളും വർദ്ധിക്കുന്നതായിരിക്കും. അതിനാൽ വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ. ഈ സമയത്ത് റിസ്ക്കുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഉചിതമായിരിക്കത്തില്ല. ദാമ്പത്യ ജീവിതം സാമാന്യമായിരിക്കും. ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചർമ്മ സംബന്ധമായോ അസ്ഥി സംബന്ധമായോ ഉള്ള പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ ചെറിയ പ്രശ്നമുണ്ടായാൽ പോലും ഉടനെ തന്നെ വൈദ്യസഹായം തേടേണ്ടത് നല്ലതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 5 ആയിരിക്കും. ഇതാണ് മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.